ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോമ്പൊക്കെയാണ്, നോമ്പ് തുറക്കുന്ന സമയത്ത് ചിക്കൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വറുത്തരച്ചിട്ടൊന്ന് വെച്ച് നോക്കണം കേട്ടോ. നമ്മൾ പല രീതിയിലും ചിക്കൻ കറി വെക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ വറുത്തരയ്ക്കുന്ന കറി ആണെങ്കിൽ പോലും പലതരത്തിലും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചിക്കൻ കിട്ടുന്ന സമയത്ത്, ചിക്കൻ കറി വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വറുത്തരച്ച് വെച്ച് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എന്തിൻ്റെ കൂടെയാണെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഇനിയിപ്പോൾ പൊറോട്ട ആയാലും ചപ്പാത്തിയോ പത്തിരി എന്താണെങ്കിലും നമുക്ക് അടിപൊളിയാണ് ഈ ഒരു ചിക്കൻ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ പീസാണ്, ഒത്തിരി അങ്ങോട്ട് വലിയ പീസാക്കിയിട്ടല്ല ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് കടയിൽ നിന്ന് കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ആ ഒരു പാകത്തിന് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളയാൻ വേണ്ടി വെച്ചു. ഇനി നമുക്ക് കുക്കറിലാണ് ചെയ്യണത്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുക്കർ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തു. കൂട്ടത്തിൽ നമുക്ക് വേണ്ടിയിട്ടുള്ളത് തക്കാളി, സവോള, അതുപോലെ തന്നെ പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വലുതാണ്, അപ്പോൾ അതൊരെണ്ണം ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. 3 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്തിരി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കറി, അപ്പോൾ അതുകൊണ്ട് അളവ് കുറച്ച് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ചെറിയ തക്കാളി, അതുപോലെ 5 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകൊക്കെ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എടുത്തിട്ടുള്ള കറി നിങ്ങൾക്ക് എത്രത്തോളമാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മതി ഇതിൻ്റെ ഈ സവോളയും തക്കാളിയൊക്കെ എടുക്കുന്നത്. അപ്പം ഞാൻ ഇത്തിരി കൂട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ ആ ചിക്കനിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ചതച്ച് ചേർത്താണെങ്കിൽ അതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഒരു 3 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കണം. അപ്പോൾ മുളകൊക്കെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കുരുമുളക് പൊടി ഞാൻ തേങ്ങ അരച്ച് വെക്കുന്നതിൽ ചേർക്കുന്നത് കുറഞ്ഞൊരളവിലാട്ടോ ചേർക്കുള്ളൂ. ഇനി നമുക്കതിലേക്ക് ചെറിയ 2-3 കഷ്ണം കറുവപ്പട്ട ഉണ്ട്, 2 ഏലക്ക, 2-3 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. പട്ട, ഏലക്ക, ഗ്രാമ്പ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയുടെ പൊടി ചേർക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിലേക്ക് ലേശം മല്ലിയില ഒന്ന് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ തിരുമ്മി എടുക്കുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ചിക്കനിൽ നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നമ്മൾ ആ കട്ട് ചെയ്ത് ചേർത്തതും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇത് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളിത് കറിയായിട്ടാണ് വെക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ 2 കപ്പ്, ഈ ഒരു കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ഒരു 2 വിസിലടുപ്പിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിതാ മൂടിയിട്ട് ഒന്ന് അടുപ്പത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ കുക്കർ ഞാനത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ആവട്ടെ. അപ്പോൾ നമുക്ക് ആ ഒരു സമയം തേങ്ങ വറുത്തെടുക്കുക. ഒരു തേങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയൊരു തേങ്ങയായിരുന്നു കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 8-9 ചുമന്നുള്ളി, അതുപോലെ തന്നെ 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടാണ്, കനം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു തേങ്ങ ചേർക്കുന്ന സമയത്ത് ഒരു 1/4 ഭാഗം അവിടെ വെക്കുക കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ നമുക്ക് അവിടെ വെക്കുക. അത് വറക്കണ്ട, നമുക്ക് പച്ച തേങ്ങ അരയ്ക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ബാക്കി തേങ്ങ നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. നമുക്ക് ചുവക്കെ വറുത്തെടുക്കണം കേട്ടോ. നല്ലോണം വറുത്തെടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാനിതാ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ അത് കണ്ടോ, തേങ്ങ കണ്ടോ, നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ചുവക്കെ വറുത്തെടുക്കുക എന്ന് പറയുമല്ലോ, ആ രീതിക്ക് വറുത്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇതായിട്ടുണ്ട്, ചൂടാറട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം.
തേങ്ങ അതാ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പച്ചത്തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ ചേർക്കുക കേട്ടോ. നമ്മൾ മുഴുവൻ തേങ്ങയും വറുക്കാണ്ട് അതിൽ നിന്ന് ഇതുപോലെ ലേശം പച്ചത്തേങ്ങ മാറ്റി വെച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് തേങ്ങ അരച്ചിട്ട് നമുക്ക് ഒഴിക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല കട്ടിയും ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ 2 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ എനിക്കിതിലുള്ള ഒരു ഗ്രേവി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിനുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേവിച്ചെടുക്കുമ്പോൾ ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഒത്തിരി അങ്ങോട്ട് ഗ്രേവി ഉണ്ടെങ്കിൽ അതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കുമ്പോൾ കറി കട്ടി ഉണ്ടാവില്ല. പിന്നെ നമ്മളിതിൽ കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതാ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് അരപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിൽ 2-3 തവണ ആയിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കറിക്ക് പാകമാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങോട്ട് കട്ടിയല്ല എന്ന് വെച്ചിട്ട് ഒരുപാട് ലൂസാക്കിയിട്ടുള്ള കറിയും അല്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിതിൽ ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് തിള വരട്ടെ കേട്ടോ. ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് വറവിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് മറിയാൻ നിൽക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറി ലൂസാവുള്ളൂ. ഇനി നമുക്കിത് ഒന്ന് വറവിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രം വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ കുറച്ചധികം തന്നെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. കറി ഒത്തിരി കൂടുതലുണ്ടല്ലോ. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കുക. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തരച്ചത് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ തന്നെ നമുക്ക് വിളമ്പണ്ട കേട്ടോ. ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തേങ്ങ വറുത്തരയ്ക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു ലേശം ഭാഗം മാറ്റി വെക്കുക, പച്ചത്തേങ്ങ. എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. അങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കണേ. നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് തരാം കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.